ഒരു മാറ്റമില്ല. നീ ഇവിടെ ഉണ്ടായിരുന്നു? കുറെ നാളാ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. പിന്നെ നിന്നെ കാണാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്. അതെ, ഞാൻ ചെറുതൊരെണ്ണം അടിക്കുക. നിനക്ക് കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടെങ്കിലും ഞാൻ അടിക്കും, അത് വേറെ കാര്യം. എന്നാലും നിന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുമെന്നേ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നീ എന്തോന്നും മിണ്ടാത്തേ? കുറേ നേരം കൊണ്ടേ ഞാൻ മാത്രമാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. നീ എന്തേലും മിണ്ട്. ഇറങ്ങിയ പോലെ നിനക്ക് മോശം കിട്ടിയില്ലയോ? പക്ഷേ മോശം കിട്ടാത്ത ഒരാളിവിടെ ഉണ്ടല്ലോ. തെയ്യം കലാകാരനായിട്ടുള്ള മുൻ ഭർത്താവ് രാഹുൽ രണ്ടാം ഭർത്താവിനെയും ഭാര്യയും അതിക്രൂരമായി കൊന്നു. രണ്ടാം ഭർത്താവിന്റെ മൃതദേഹം ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല. രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിലുകൾ ഇപ്പോഴും കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യ രേണുവിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. അന്നത്തെ ആ വട്ടിന് അവനെ എവിടാണോ കൊന്നു തള്ളിയെന്ന് ആർക്കറിയാം. അതുകൊണ്ട് ഇപ്പൊ അവൻ ഇവിടെ മോശം കിട്ടാതെ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും. ആ, നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? അവന്മാരിവിടെ എല്ലാം തപ്പിയപ്പോ ഇത് മാത്രം കണ്ടുപിടിക്കാൻ പറ്റിയില്ലയോ? ഞാൻ എവിടൊക്കെ തപ്പിയെന്നറിയാം അവർക്ക്. ലാസ്റ്റ് ബക്ക ഇവിടെ ഉള്ളു. പെർഫെക്റ്റ് കപ്പിൾ ഓഫ് തി. എടേ, എന്ത് സന്തോഷമായിട്ടാണ് നിങ്ങൾ രണ്ടും ജീവിച്ചേ. അമ്മേ, നമുക്ക് ഹിമാലയത്തിൽ ട്രിപ്പ് പോകണം. നമ്മൾ രണ്ടും മാത്രം. കുഞ്ഞുള്ളപ്പോ എങ്ങനെ പോവാനാ? വയ്യാത്ത കൊച്ചിനെ കളഞ്ഞിട്ട് ഞാൻ വരത്തില്ല. ആർക്കാണ് മാല? ഇവിടെ കുഞ്ഞിന്റെ കലോത്സവം, ഫാൻസി ഡ്രസ് ഉണ്ട്, ഒരു മാല വേണമെന്ന് പറഞ്ഞപ്പോ സെറ്റാക്കി വരുന്നു. വല്ലോന്റെയും കുഞ്ഞിന് നീയാണോ മാല സെറ്റാക്കുന്നത്? ഡീ, എന്റെ ഡ്രസ് എടുത്തിട്ടേ ഒന്ന് അയൺ ചെയ്യട്ടോ. ചേട്ടാ, കുഞ്ഞിന് ചോറ് എടുത്തോണ്ടിരിക്കുവാണേ. നിന്നെയും കല്യാണം കഴിച്ചതേ എന്റെ കാര്യം നോക്കാൻ വേണ്ടിയാ. ആ ഡീ, ഞാൻ ജോലിക്കിടന്നേ പെട്ടെന്ന് വന്നാ തിരിച്ചു പോകണം. സാറഞ്ഞ പ്രശ്നമോ എന്തെങ്കിലും ചെക്ക് ചെയ്തോ, പെട്ടെന്നോ. ആ അതെ, കുഞ്ഞിന് വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ നേരെ ഹോസ്പിറ്റലിലോട്ട് ഇങ്ങ് വിളിച്ചോണ്ട് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ ചെക്കപ്പും കൂടി ചെയ്തിട്ട് വരാന്ന്. ചേട്ടൻ വരണ്ട കേട്ടോ. ഈ കണ്ണാടത്തിനെ കൂടെ ഞാനങ്ങ് തോറ്റു. ഒന്നാമത് തലവേദന എടുപ്പിക്കുന്ന പോരാണ്ട് ഒന്നാമത് നിനക്ക് വയ്യാത്തത്, അതിന്റെ തലവേദന അത് വേറെ. പറഞ്ഞാ കേൾക്കാത്ത. ഓ, ഈ കെണ്ണാന്തരത്തിനെ കൊണ്ട് ഞാനങ്ങ് തോറ്റ്. അതെങ്ങനെയാ? അയാളുടെ കൊച്ചല്ലയോ? നമ്മുടെ ലൈഫിലേക്ക് ഒരു പുതിയ കുഞ്ഞ് വരാൻ വേണ്ടി പോവാ. നമുക്ക് രണ്ടുപേർക്കും വേണ്ടാത്ത ഇത് നമുക്ക് വേണോ? ഇത്ര നാളെന്നും പറഞ്ഞാ നീ ഇതിനെ ആശുപത്രി കൊണ്ടുവന്നേ. ആലോചിച്ച് നോക്കൂ, നമുക്കിന്നെ വേണ്ട. എന്താ ഇത്ര താമസിച്ചേ? പണി ഇത്തിരി കൂടുതലായിരുന്നു. അപ്പൊ പണയം എങ്ങനെ എടുക്കും? പണയം എടുക്കാടി, കൊച്ചിന്റെ കാര്യം ഇങ്ങനെ നടക്കുമ്പോ പയ്യെ എടുത്താ പോരെ. അതൊക്കെ കൊച്ചു പറയുന്നടി, പോയി നോക്ക്. നിങ്ങളുടെയും കൂടി കൊച്ചല്ലേ, നിങ്ങൾക്ക് കൂടെ അങ്ങ് നോക്കിയാ എന്താ? ഇത്ര നാളായിട്ട് നിങ്ങൾ എന്തോ ഉണ്ടാക്കിയേ? എന്റെ അച്ഛൻ തന്ന വീട്ടിലല്ലേ ഇപ്പോഴും താമസിക്കുന്നേ. ഇങ്ങനെ തട്ടിയ പോവാൻ എനിക്കിങ്ങനെ വലിയ താല്പര്യം. പേരിലൊരു ഭർത്താവ് ഉണ്ടെന്നല്ലേ ഉള്ളൂ. ഇറങ്ങി പോണോന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ അറിഞ്ഞ് നിങ്ങൾ പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. ഞാൻ ഉച്ച
എന്തായാലും ഡിവോഴ്സ് നോട്ടീസ് അയക്കും. പെട്ടെന്ന് അതെങ്ങനെയാണെന്ന് വെച്ചാൽ റെഡിയാക്കി തരണം. ഞാൻ വേറൊരാളോട്ട് ഇഷ്ടത്തില്ല. ഞങ്ങൾക്ക് വേഗം കല്യാണം കഴിക്കണം. ഡി ഇന്ന് നീ കരഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറിക്കോളും. നമുക്കിടയിൽ നമ്മളും നമ്മുടെ കുഞ്ഞും മാത്രം മതി. പരരേവനഹോ നമുക്ക് പരിത്രാണന തിന്നടിപ്പൻ മരണത്തി ആലോചിച്ചോ, നമുക്കിനി വേണ്ട. അഖില ശക്തനിൻ തിരുക്കരത്തിലുണ്ട നിശമേ. പരരേവനഹോ നമുക്ക് പരിത്രാണന തിന്നടിപ്പൻ മരണത്തി ഒഴിവു കർത്തനാം അഖില ശക്തനിൻ തിരുക്കരത്തിലുണ്ട നിശമേ. പരരേവനഹോ നമുക്ക് എന്തിനാണ് നീ എന്റെ കുഞ്ഞിനെ കൊന്നത്? നിനക്ക് നോക്കാൻ പറ്റത്തില്ല, ഞാൻ നോക്കത്തില്ലായിരുന്നോടി. നിനക്ക് നോക്കാൻ പറ്റത്തില്ല, ഞാൻ നോക്കത്തില്ലായിരുന്നോടി. പലയെ തകർക്കും പിടിച്ചു നടക്കുന്നവന്റെ പലയെ തകർക്കും പിടിച്ചു നടക്കുന്നവന്റെ കെണ്ണാന്തരത്തിനെ കൊണ്ട് ഞാനങ്ങ് തോറ്റ്. അതെങ്ങനെയാ? അയാളുടെ കൊച്ചല്ലയോ? വല്ലോന്റെ കുഞ്ഞിന് നീയാണോ മാല തട്ടരുത്? രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.